അർദ്ധവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചോദ്യപേപ്പർ വായിക്കുന്നതിന് മുമ്പ് ഈ കാണുന്ന വിഷയങ്ങൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് എന്ന് നിങ്ങൾ കാണാം. ദാലിക തിൽക്ക രണ്ടിൻ്റെയും അർത്ഥം അത് എന്ന് തന്നെയാണ്. എന്നാൽ ദാലിക എന്നുള്ളത് പുരുഷലിംഗത്തിനും പുരുഷലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ദാലിക. തിൽക്കയുടെ അർത്ഥം അത് തന്നെയാണ്. പക്ഷേ തിൽക്ക ഉപയോഗിക്കൽ സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങളുടെ മേലും സ്ത്രീകൾക്കുമാണ് തിൽക്ക ഉപയോഗിക്കുക. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് എന്നതാണ്. ഹാദ ഹാദിഹി ഇതിൻ്റെ അർത്ഥം ഇത് എന്നതാണ്. ഇത് പേനയാകുന്നു. നേരത്തെ നമ്മൾ വായിച്ചത് അത് കോഴിയാകുന്നു, ഇത് പേനയാകുന്നു, അല്ലെങ്കിൽ ഇത് പൂച്ചയാകുന്നു. അതിൽ ഹാദ ഹാദിഹി രണ്ടിൻ്റെ അർത്ഥം ഇത് എന്ന് തന്നെയാണ്. അതിൽ ഹാദ വരുന്നത് പുരുഷലിംഗത്തിനും അതുപോലെ തന്നെ പുരുഷലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾക്കുമാണ്. ആദിഹി ആണെങ്കിലോ സ്ത്രീ ലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾക്കും സ്ത്രീകൾക്കുമാണ് ആദിഹി ഉപയോഗിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലിസാൻ്റെ വലിയൊരു ഭാഗം 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ കുട്ടികൾക്കും ഈ വിഷയങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത് വന്നിട്ടുള്ള ചോദ്യം അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അറബിയിൽ ഉത്തരമെഴുതാനാണ്. മാ ഹാദിഹി എന്താ അർത്ഥം? ഇത് എന്താകുന്നു? ആദിഹി വന്നു, സ്ത്രീലിംഗത്തിന് മേലറിയിക്കുന്ന പദമായിരിക്കണം അവിടെ വരേണ്ടത്. ആദിഹി ബക്കറത്തുൻ ഇത് പശുവാകുന്നു. പശു എന്നുള്ളത് സ്ത്രീവർഗമാണ്, അതുകൊണ്ടാണല്ലോ ഇതിൽ താവ് വന്നത്. ആദിഹി ബക്കറത്തുൻ ഇത് പശുവാകുന്നു. ഇനി അടുത്തത് മാ ദാലിക അത് എന്താകുന്നു? ദാലിക ഉപയോഗിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഇനി നമുക്കവിടെ താ ഉള്ള പദം കൊടുക്കാൻ പറ്റില്ല. കാരണം ദാലിക ആണുങ്ങൾക്കുള്ളതാണ്, താ സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന ലക്ഷണമാണ്. അപ്പോൾ താ ഉള്ളത് അവിടെ വരാൻ പറ്റില്ല. ദാലിക ബാമിയ അത് വെണ്ടക്കയാണ്. മാ തിൽക്ക അത് എന്താണ്? ആ തിൽക്ക എന്ന് ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇനി താഴെ എഴുതുന്ന പദത്തിൽ താ ഉണ്ടാവണം. തിൽക്ക തുഫാഹത്തുൻ അത് ആപ്പിളാകുന്നു. ഇനി ഐനൽ ഹമാമത്തു പ്രാവ് എവിടെയാണ്? അൽ ഹമാമത്തു അലൽ ജിദാരി പ്രാവ് ചുമരിൻ്റെ മേലാകുന്നു. ഐന എന്നുള്ളതിന് തന്നെ ഒരു പാഠം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഐനയുടെ പ്രയോഗം ഐനയുടെ അർത്ഥം കൃത്യമായി നമ്മൾ പഠിപ്പിക്കുക. ഇനി രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നെസിലു ബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഫി അല ഈ ഫി അലയിൽ നിന്ന് ഏതാണോ യോജിച്ചത് അതവിടെ ചേർത്തി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം നിങ്ങൾക്ക് കാണാം കൊട്ടയിൽ മാങ്ങയുണ്ട്. കൊട്ടയിൽ മാങ്ങക്ക് നമ്മൾ പഠിച്ചതായിരുന്നു ഫി സല്ലത്തി മാഞ്ച എന്നുള്ളത്. ബാക്കി അവിടെ ഉണ്ട്, ഫി മാത്രം അവിടെ എഴുതിയിട്ടില്ല. സല്ലത്തി മാഞ്ച കൊട്ടയിൽ മാങ്ങ. അപ്പോൾ കൊട്ടയിൽ മാങ്ങയുണ്ട് എന്നുള്ളത് പൂർത്തിയാവണമെങ്കിൽ അവിടെ ഫീയും കൂടെ വേണം. ഫി സല്ലത്തി മാഞ്ച കൊട്ടയിൽ മാങ്ങയുണ്ട്. അതുപോലെ തന്നെ താഴ്ത്തത് വരുന്നത് തലയിൽ തൊപ്പി വെച്ചൊരു കുട്ടിയാണ്. അപ്പോൾ അലയാണ് അവിടെ മേൽ എന്നുള്ളതല്ലേ. അല റസി തലയുടെ മേലുണ്ട്, കലൻസുവത്തുൻ തൊപ്പിയുണ്ട്. ഇനി മേശയുടെ മേലെയാണ്, അവിടെയും അലയാണ് ഉപയോഗിക്കുക. അല തോവിലെത്തി ബിത്തീഹത്തുൻ മേശയുടെ മേലെ ബത്തക്കയുണ്ട്. ഇനി കീശയിൽ എന്നുള്ളതാണ്, അപ്പോൾ അവിടെ ഫീ ആണ് വേണ്ടത്. ഫിൽ ജൈബി കലമുൻ കീശയിൽ പേനയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി ഫീ എന്നതിൻ്റെ അർത്ഥം വരുന്നത് ഇ എന്നുള്ള അർത്ഥമാണ്, കീശയിൽ. അതുപോലെ തന്നെ കൊട്ടയിൽ. ഇനി അലയുടെ അർത്ഥം വരുന്നത് മേലെ, മേശയുടെ മേലെ, പുസ്തകത്തിൻ്റെ മേലെ. ഇങ്ങനെ ഈ രൂപത്തിലാണ് അലയുടെ അർത്ഥവും വരുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വിഷയത്തിലുള്ള മാർക്ക് മുഴുവനായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും. കുട്ടികൾക്ക് വേഗം മനസ്സിലാക്കാനും കഴിയും. ഇനി അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നന്ദി സൂചകമായി താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് നുക്കമ്മിലു പൂർത്തിയാക്കാനാണ്.
ഹാദ ഹാദിഹി നൽകിയിട്ട് പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇത് എന്നുള്ള അർത്ഥം നൽകുന്നത് സ്ത്രീലിംഗവും പുരുഷലിംഗവും വേർപിരിച്ച് മനസ്സിലാക്കിയിട്ട് വേഗം അത് എഴുതി കൊടുക്കാം. ഹാദ ബൈത്തുൻ, ഇത് വീടാകുന്നു. ഹാദിഹി ദജാജത്തുൻ, ഇത് കോഴിയാകുന്നു. ദജാജത്തുൻ എന്നുള്ള ഇതിൽ താവുണ്ട്, അപ്പോൾ ഹാദിഹിയാണ്. ഇനി ഹാദ മാഞ്ച, ഇത് മാങ്ങയാകുന്നു. ഹാദ ഇബ്നുൻ, ഇത് മകനാകുന്നു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അത് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി നാലാമത്തത് നസ്അലു വ നുജീബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതാനാണ്. ഉദാഹരണം നിങ്ങൾ നോക്കൂ, ബക്കറ്റിൽ നിറച്ച വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഐനൽ മാ ഉ, എന്നിട്ട് ചോദിക്കുന്നു വെള്ളം എവിടെ എന്ന്. എളുപ്പമല്ലേ? അൽ മാ ഉ ഫിദ്ദൽവി, വെള്ളം ബക്കറ്റിലാണ്. പാത്രത്തിലാക്കി ഉള്ളി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം ഐന സൂമു, വെളുത്തുള്ളി എവിടെ? അസൂമു ഫിൽ ഇനായി, വെളുത്തുള്ളി പാത്രത്തിലാണ്. ഇനി പുസ്തകത്തിൻ്റെ മേലെ പേന വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഐനൽ കലമു, എവിടെയോ പേന? അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് പറയാം? അൽ കലമു അലൽ കിതാബി, പേന പുസ്തകത്തിൻ്റെ മേലാകുന്നു. മരത്തിൻ്റെ മേലെ തൂങ്ങിക്കിടക്കുന്ന മാമ്പഴം കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? മാങ്ങ എവിടെ? ഐന മാഞ്ച, അൽ മാഞ്ച അല ഷജറത്തി, മാങ്ങ മരത്തിൻ്റെ മേലാകുന്നു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അതിൻ്റെ ചോദ്യം ഉണ്ടാക്കലും ഉത്തരം ഉണ്ടാക്കലും വരുന്നത്. വളരെ എളുപ്പമാണ്, കുട്ടികൾക്ക് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഒരു പ്രവർത്തനം നളഉ അലാമത്ത ടിക്ക് ലി സ്വഹീഹി, ശരിയായതിനിക്ക് ടിക്കിട്ട് കൊടുക്കാനാണ്. അതിലൊന്നാമത്തത് ഹാദ ഇബ്നുൻ എന്നുണ്ട്, ആദിഹി ഇബ്നുൻ എന്നുണ്ട്. ഇത് മകനാകുന്നു എന്നാണ് അർത്ഥം വേണ്ടത്. മകൻ എന്നുള്ളത് ആണായതുകൊണ്ട് ഹാദയെ പറ്റൂ, ഹാദ ഇബ്നുൻ. ഹാദിഹി ദീക്കുൻ, ഇത് കോഴിയാകുന്നു. ഹാദാ ദീക്കുൻ, ഇത് പൂവൻകോഴിയാകുന്നു. പൂവൻകോഴി ആൺവർഗമായതുകൊണ്ട് ഹാദയെ പറ്റൂ, ഹാദാ ദീക്കുൻ. ഇനി ദാലിക്ക തുഫാഹത്തുൻ തിൽക്ക തുഫാഹത്തുൻ, തുൻ എന്നുണ്ട് തുഫാഹത്തിൽ, അതുകൊണ്ട് അവിടെ തിൽക്കയെ പറ്റൂ. അപ്പോൾ തിൽക്ക തുഫാഹത്തുൻ, അതാണ് ശരി. നാലാമത്തത് ദാലിക്ക ബാമിയ തിൽക്ക ബാമിയ, ഏതാണ് ശരിയായിട്ടുള്ളത്? ദാലിക്ക ബാമിയ, അത് വെണ്ടക്കയാകുന്നു എന്നുള്ളതാണ് ശരി. തിൽക്ക തെറ്റാണ്. ഇനി അഞ്ചാമത്തത് അൻത ഇബ്നുൻ എന്നുണ്ട്, അൻതി ഇബ്നുൻ എന്നുണ്ട്. നീ മകനാകുന്നു എന്നെങ്ങനെയാണ് പറയുക? അൻത ഇബ്നുൻ എന്നാണ് പറയുക. അൻതി ഇബ്നുൻ എന്നാർക്കാ പറയുക? അൻതി എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അൻതി ബിൻതുൻ, നീ മകളാണ് എന്നാണ് പറയുക. അൻതി സ്ത്രീകൾക്കുള്ളതാണ്. അപ്പോൾ അൻതിയുടെ കൂടെ ഒരിക്കലും ഇബ്നു എന്നുള്ള ആണിനെ പറയില്ല, മകളെയാണ് പറയുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ ഉത്തരങ്ങളുണ്ട്. അതൊക്കെ നോക്കി കൃത്യമായി ഒരു ഐഡിയ വെച്ചിട്ട് കുട്ടികളെ നന്നായി ലിസാന് പഠിപ്പിക്കുക. വളരെ എളുപ്പമുള്ള പരീക്ഷയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മുഴുവൻ മാർക്കും വാങ്ങാനും കുട്ടികൾക്ക് സന്തോഷത്തോടുകൂടെ പരീക്ഷ എഴുതാനും കഴിയും. രക്ഷിതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി നിർണ്ണയിക്കപ്പെട്ട എല്ലാ ഭാഗങ്ങളും പാഠങ്ങളും അതിലുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ, പിന്നെ അയിനം വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അൻത അൻതി തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒന്ന് കണ്ണോടിച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, മറുപടി നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ട് സബ്സ്ക്രൈബാണ്, ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല രൂപത്തിൽ ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.